ഒഫീഷ്യലായിട്ട് തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. എന്താ ഈ ഒരൊറ്റ ഫസ്റ്റ് ലുക്ക് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പായി. അതായത് ഇതുവരെ ഈ ഡൂംസ്ഡേനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്ന ലീക്കുകളൊന്നും ഫേക്ക് അല്ല, എല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരൊറ്റ പോസ്റ്റർ കൂടെ അവർ കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. അതായത് ഈ ഡൂംസ്ഡേയുടെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീന് ലീക്കായെന്ന് പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിലൊക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ AI സംഭവം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് അതെന്തോ ഫേക്ക് ആണെന്നുള്ള രീതിക്ക്. പക്ഷെ അതൊന്നും ഫേക്ക് അല്ല, സത്യമാണെന്ന് ഈ ഒഫീഷ്യലായിട്ടുള്ള ഈ സംഭവം റിലീസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കൺഫേം ആയി. അതേപോലെ തന്നെ ഇവന്മാർ ഇന്ന് വിടും നാളെ വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിലർ ഇനി എപ്പോൾ വരുന്നതായിരിക്കും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഡേറ്റ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ എന്തായാലും നോക്കാം. ആക്ച്വലി ഈ ഫസ്റ്റ് ലുക്ക് റിലീസാവുന്ന പുറത്താവുന്ന തന്നെ ഷാങ്ഹായ് കോമിക്കോണിലാണ്. അതായത് നമ്മുടെ കെവിൻ ഫൈഗി തന്നെ വന്നിട്ടാണ് പുള്ളിക്കാരൻ ഈ സംഭവം റിവീൽ ചെയ്തിട്ടുള്ളത്. അതായത് 24, 25 ആ ഡേറ്റുകളിലാണ്. അതായത് ഈ മാസം 24, 25 ആ ഒരു തീയതികളിലാണ് നമ്മുടെ SDC കോമിക്കോൺ, അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ കോമിക്കോൺ നടക്കുന്നത്. എന്തായാലും ആ ഒരു സംഭവത്തിൽ നമുക്ക് എന്തായാലും ഈ ഡൂംസ്ഡേയുടെ ഫസ്റ്റ് ലുക്കോ അല്ലെങ്കിൽ ഒരു ടീസറോ, ഡൂമിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടീസറോ, അല്ലെങ്കിൽ ഇപ്പോൾ ലീക്കായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഓൾറെഡി കോമിക്കോണിൽ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ട്രെയിലർ തന്നെ ചിലപ്പോൾ നമുക്ക് ആ കോമിക്കോണിൽ നമുക്ക് കിട്ടുമായിരിക്കും. കാരണം മേജറായിട്ടുള്ള റിവീൽസൊക്കെ ആ കോമിക്കോണിൽ നടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതേപോലെ നമ്മുടെ ഡോക്ടർ ഡൂമായിട്ട് RG ആണ് വരാൻ പോകുന്നതെന്ന് റിവീൽ ചെയ്തിട്ടുള്ളൂ ഇവർ ഇതേ കോമിക്കോണിലാണ്. സോ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതായത് ആ കോമിക്കോൺ, അതായത് ആ ഷാങ്ഹായ് കോമിക്കോൺ നടക്കുന്ന ആ ടൈമിൽ യെലേന ബെല ആയിട്ട് ഒരു ചേച്ചി കോസ്പ്ലേ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ടിട്ട് നമ്മുടെ കെവിൻ ഫൈഗി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് യെലേന ബെലേനെ നിങ്ങൾ എന്തായാലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ കാണാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ മൂവീസിൽ നമ്മുടെ കെവിൻ ഫൈഗി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യെലേന ബെലേനെ നമ്മൾ കാണുമെന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഡൂംസ്ഡേക്ക് മുമ്പായിട്ട് സീരീസുകൾ എന്തായാലും വരാനുണ്ട്. അതായത് നമ്മുടെ വിഷൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസൊക്കെ വരാനുണ്ട്. പക്ഷേ മൂവി എന്നാണ് പുള്ളി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഡൂംസ്ഡേക്ക് മുമ്പായിട്ട് മാർവലിൻ്റെ ഒരൊറ്റ പടം വരാനുള്ളൂ, അതായത് സ്പൈഡർമാൻ. ആ സ്പൈഡർമാനിൽ യെലേന ബെല ഉണ്ടാവുമെന്നാണ് പുള്ളി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി അതെങ്ങനെയായിരിക്കും എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ചിലപ്പോൾ ന്യൂ അവഞ്ചേഴ്സ് ടീമൊക്കെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ സ്പൈഡർമാനെ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ ഈ ഡൂംസ്ഡേയിലേക്ക് ഒരു ലീഡ് കൊടുക്കുന്ന പോലെ യെലേന ബെല നമ്മുടെ സ്പൈഡർമാൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ ഒരു ലീഡ് കൊടുക്കുന്നതായിരിക്കാം. ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയാണ്. കാരണം അത്രയും വലിയൊരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ഫൈറ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള അവഞ്ചേഴ്സൊക്കെ എവിടെ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ 1-2 പേരെങ്കിലും കാണിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് സോണി മാമൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഇതുവരെ ട്രെയിലറൊന്നും ഇറക്കി വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ലീക്കായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ തൃപ്തിപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴോ മൊത്തം മെയിൻ സാധനങ്ങളെ ഇപ്പോൾ മൊത്തം അടിച്ചിറക്കി TV സ്പോട്ടായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ ഇപ്പോൾ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ആ ഫൈറ്റ് തന്നെ ഇവന്മാർ മൊത്തത്തിൽ ഇപ്പോൾ യൂട്യൂബിലിട്ട് തീർക്കുന്നതാണ് തോന്നുന്നത്. കാരണം അത്രയും സംഭവങ്ങളാണ് ഇപ്പോൾ മൊത്തം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സ്പൈഡർമാൻ ആണെങ്കിൽ കയ്യിൽ എന്തോ ഒരു ഗാൺലെറ്റ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് നമ്മുടെ ഹൾക്കിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പോലെയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. ഇനി നമുക്ക് ആ ഫസ്റ്റ് ലുക്കിലേക്ക് വരാം. ആക്ച്വലി ഇതൊരു കൺസെപ്റ്റ് ആർട്ടാണ്. അതായത് ഇന്ന ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു കൺസെപ്റ്റ് ആർട്ടാണ് ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള ആ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ക്യാരക്ടർ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ പോലെ ആയിരിക്കും ഇതിൽ കാണിച്ചിട്ടുണ്ടാവുക. അതിനെ ഫസ്റ്റ് താഴെ സൈഡിൽ നമ്മുടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിലുള്ളവർ. അതിൽ മെയിനായിട്ട് നമ്മുടെ ബോബ്, അതായത് സെൻട്രീനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളി ബോബിൻ്റെ പുള്ളിയുടെ ഹ്യൂമൻ ഫോമിലാണുള്ളത്, സെൻട്രി ഫോമിലല്ല അവിടെ ഉള്ളത്. പക്ഷേ എന്തായാലും ഇതിൽ സെൻട്രി വരാൻ വേണ്ടി പോവാണ്. പിന്നെ സെൻട്രി ഒറ്റ കൈക്കിൽ ഒരു ഇൻകേഴ്സൺ തന്നെ തടയാൻ വേണ്ടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലീക്സ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും അതൊക്കെ നടക്കേണ്ടതാണ്. എന്തായാലും ചിലപ്പോൾ ഇതിൽ പടത്തിൽ ബോബിനെ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ സെൻട്രി ആയിട്ട് എന്തായാലും പുള്ളി മാറുമല്ലോ. പക്ഷേ അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ US ഏജൻറ്റ്, ഗോസ്റ്റ്, യെലേന ബെല, പിന്നെ നമ്മുടെ റെഡ് ഗാർഡിയൻ, പിന്നെ മോളായിട്ട് നമ്മുടെ വിൻ്റർ സോൾജറും, പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ സ്കോട്ട്ലാൻഡ്, അതായത് നമ്മുടെ ആൻമാൻ്റെ കൂടെ ശരിക്കും വാസ്പിനെ കൂടി കാണിക്കേണ്ടതാണ്. പുള്ളിക്കാരത്തിന് കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ പടത്തിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഈ പോസ്റ്ററിൽ കാണിക്കാതായിരിക്കും. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ തോറിനെ ആക്ച്വലി നമ്മൾ ആ ക്യാരക്ടർ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടാവുക. പുള്ളിക്ക് ആ പഴയ പോലെ നമ്മൾ ഇൻഫിനിറ്റി വാറിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ആ മുടിയൊന്നും ഇല്ലാത്ത രീതിക്കായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഓൾറെഡി ലവ് ആൻഡ് തണ്ടറിൽ പുള്ളിക്ക് ആ ലോങ് ഹെയർ വളർന്നിട്ടുള്ള പോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആക്ച്വലി പുള്ളിക്ക് ആ ലോങ് ഹെയർ ഉള്ളതായിരുന്നു നല്ലത്. പിന്നെ ഈ കോൺസെപ്റ്റ് ആർട്ടിൽ നമ്മുടെ തോർ ആ സ്ട്രോം ബ്രേക്കർ പിടിച്ച് നിൽക്കുമ്പോൾ പുള്ളിയുടെ ആ ലൈറ്റ്നിങ് യെല്ലോ കളറിലുള്ള പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതുവല്ല എഡിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും സംഭവമായിരിക്കും, നമ്മളെ വഴിതിരിച്ച് വിടാനുള്ള സംഭവമായിരിക്കും. എന്തായാലും തോറിൻ്റെ ലൈറ്റിനിങ് കളേഴ്സ് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഇല്ല. കാരണം ആ ലീക്കായിട്ടുള്ള ആ സംഭവത്തിൽ നമ്മുടെ തോറിന് ബ്ലൂ ലൈറ്റിനിങ് ഉള്ള പോലെ തന്നെയൊക്കെ കാണിച്ചിട്ടുള്ളൂ. സോ ഇത് ജസ്റ്റ് ഒരു പുറത്താക്കാൻ വേണ്ടി ഇട്ടായിരിക്കും. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ്, അതായത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ലീക്കായിട്ടുള്ള സംഭവം കൺഫേം ചെയ്യുന്ന പോലെയാണ് ഇവന്മാർ ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ഇട്ടിട്ടുള്ളത് പറയാൻ കാരണം ആ ലീക്കായിട്ടുള്ള സംഭവത്തിൽ ഏത് ഔട്ട്ഫിറ്റിലാണോ നമ്മുടെ ആ സ്റ്റീവ് റോജേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ സെയിം ഔട്ട്ഫിറ്റ് തന്നെയാണ് ഈ ഫസ്റ്റ് ലുക്കിലും ഈ സ്റ്റീവ് റോജേഴ്സിനെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്.
അതായത് ആ ലീക്കായിട്ടുള്ള സംഭവത്തിൽ നമ്മുടെ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു കാക്കി പാൻറ്റ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് മ്യോളറും പിടിച്ച് നിൽക്കുന്ന പോലെ ആയിരിക്കും സ്റ്റീവ് റോജേഴ്സിനെ കണ്ടിട്ടുണ്ടാവുക. അതേ ഒരു സെയിം ലുക്ക് തന്നെയാണ് ഇതിലും മ്യോളർ പിടിച്ചിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് നിൽക്കുന്നത്. താഴെ ആ പാൻറ്റ് ക്ലിയർ അല്ല, മിക്കവാറും അത് കാക്കി തന്നെ ആയിരിക്കും. പക്ഷേ ആ ലീക്കായിരുന്ന ആ വീഡിയോയിൽ നമ്മുടെ ആ മ്യോളർ ആ പൊട്ടിയിട്ടുള്ള മ്യോളറാണോ അല്ലെങ്കിൽ പുള്ളി ആ പാസ്റ്റിലേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ മ്യോളറാണോ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നതെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അത് അൺഫിനിഷ്ഡ് ആയിട്ട്, അത് VFXൻ്റെ പണിയൊന്നും തീർക്കാത്തൊരു സംഭവമായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൽ ആ മ്യോളറിൻ്റെ ഒന്നും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവാതിരുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യം കൺഫേം ആയിട്ടുണ്ട്. അതായത് നമ്മുടെ തോർ ഇപ്പോൾ കറണ്ടായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള മ്യോളറാണ് പുള്ളി അവിടെ യൂസ് ചെയ്യുന്നത്. ആർക്കറിയാം, മാർവലിൻ്റെ കാര്യമാണ്. കാരണം ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആർട്ട് മാത്രമാണ്. ചിലപ്പോൾ ഇതിലിങ്ങനെ കാണിച്ചിട്ട് ചിലപ്പോൾ ആ പാസ്റ്റിൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ മ്യോളർ തന്നെ ചിലപ്പോൾ പടത്തിൽ കൊണ്ടുവരുന്ന പോലെ ചിലപ്പോൾ കാണിക്കാം. ആക്ച്വലി ഇതിന് മുമ്പും നമ്മുടെ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിമിനൊക്കെ വെച്ചിട്ട് ഒരുപാട് പോസ്റ്റേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ മെയിനായിട്ട് ഒരു റോളുള്ള ഒരാളായിരിക്കും അതിൽ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ടാവുക. ഇതിലിപ്പോൾ ക്ലിയർ ആയിട്ട് മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത് ഒരാളായിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണുള്ളത്. അതായത് ഈ പടത്തിൻ്റെ മൊത്തം ഹാർട്ട് തന്നെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണ്. അത് പുള്ളി കാരണമാണ് ഈ മൊത്തം ഡൂംസ്ഡേ തന്നെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഡൂമിനെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ സ്റ്റീവ് റോജേഴ്സ് ആണ്. അതായത് ഈ ലീക്കായിട്ടുള്ള പ്ലോട്ടിക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഡൂം ഇപ്പോൾ ഉണ്ടാവാൻ തന്നെ കാരണം ഈ സ്റ്റീവ് റോജേഴ്സ് ആണ്. സോ പുള്ളി തന്നെ ആയിരിക്കും. മാത്രമല്ല പുള്ളി സീക്രട്ട് വാർസിലും ഉണ്ടാവും എന്നുള്ള കാര്യം ഓൾറെഡി കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സീക്രട്ട് വാർസിൻ്റെ കഥ എങ്ങനെയായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡൂംസ്ഡേ തന്നെ പ്ലോട്ടിലേക്ക് നടന്ന പോലെ ഇപ്പോൾ സീക്രട്ട് വാർസിൻ്റെ ഒരു പ്ലോട്ടിലേക്ക് നടന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. കാരണം ഇതിന് മുമ്പ് ഈ ഡൂംസ്ഡേയുടെ പ്ലോട്ടിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ എക്സ്മാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്ലോട്ടിലേക്കൊക്കെ പറഞ്ഞപ്പോൾ അന്നത് ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ട്രെയിലറും ലീക്സൊക്കെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് ലീക്സൊക്കെ വന്നേ പിന്നെയാണ് എല്ലാവരും അത് വിശ്വസിക്കാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ സീക്രട്ട് വാർസിൻ്റെ ഈ പ്ലോട്ടിലേക്ക് നമുക്ക് ചുമ്മാ അങ്ങ് തള്ളിക്കളയാനും പറ്റത്തില്ല. ഒന്ന് കേട്ട് വിട്ടേര്. എന്തായാലും വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സ് ഉണ്ട്. ആക്ച്വലി ഈ ഫെൻറ്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സ് ഓൾറെഡി നമ്മുടെ എർത്ത് 616 വരുന്നത് തണ്ടർബോൾട്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആക്ച്വലി ആ തണ്ടർബോൾട്സിൻ്റെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എടുത്തിട്ടുള്ള തന്നെ നമ്മുടെ റൂസോ ബ്രദേഴ്സ് ആണ്. അതായത് ജസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിനേക്കാൾ ഉപരി അത് നമ്മുടെ ആ ഡൂംസ്ഡേയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ശരിക്കും നമ്മൾ ആ പടത്തിൽ കണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ചും കൂടി ഒരു ലെങ്ത് വെർഷനായിരിക്കും നമ്മൾ ചിലപ്പോൾ പടത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോഴും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതായത് അതിലെല്ലാവരും ഉണ്ടാവുമോ അല്ലെങ്കിൽ ചില മെമ്പേഴ്സ് മാത്രമാണോ ഉള്ളതെന്നൊക്കെ. ഓൾറെഡി ഒരു കാര്യം കൺഫേം ആയിട്ടുള്ള കാര്യമാണ്, അതിലെന്തായാലും നമ്മുടെ ബെൻ ഗ്രിം ഉണ്ട്. കാരണം അത് നമ്മുടെ ആ ക്യാരക്ടർ ട്രെയിലറിൽ കണ്ടിട്ടുള്ളതാണ്. അത് വക്കാണ്ടൻസിന് കാണിക്കുമ്പോൾ പുള്ളി അതിലുണ്ട്. പിന്നെ നമ്മുടെ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൗട്ടാണ്. ചിലപ്പോൾ പുള്ളി അതിലുണ്ടാവാതിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി എന്തായാലും നമ്മുടെ കുറച്ച് അവഞ്ചേഴ്സൊക്കെ നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. അതാണ് നമ്മൾ ഓൾറെഡി ആ ലീക്കായിട്ടുള്ള ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക. സോ പുള്ളി ചിലപ്പോൾ ബാക്കിയുള്ള അവഞ്ചേഴ്സിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിൽ ആ എക്സ്മെൻ യൂണിവേഴ്സിൽ പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ആ വരുന്നൊരു ഷിപ്പിൽ ഈ ഫെൻറ്റാസ്റ്റിക് ഫോറിൽ 1-2 മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളായിരിക്കാം. പിന്നെ ഇപ്പുറത്ത് താഴെ നമ്മുടെ എക്സ്മെൻസിനെ, അതായത് നമ്മുടെ ഗാംബിറ്റ്, നമ്മുടെ സൈക്ലോപ്സിനൊക്കെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒളിച്ചിരിക്കുന്ന ഒരാളുണ്ട്. വേറെ ആരും നമ്മുടെ ലോക്കിയാണ്. ആക്ച്വലി ലോക്കിയാണ് ഇതിൽ ബിയോണ്ടറിൻ്റെ ഒരു റോൾ തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് സീക്രട്ട് വാർസ് കോമിക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ ബിയോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഈ മൊത്തം യൂണിവേഴ്സും തന്നെ ഈ മൾട്ടിവേഴ്സിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ അവരുടെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഗോഡ് എംപറർ ഡൂമായിട്ട് മാറി നോക്കൂ. സോ ആ ഒരു ബിയോണ്ടേഴ്സിൻ്റെ റോളായിരിക്കും ഇതിൽ നമ്മുടെ ലോക്കി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ലോക്കിയാണല്ലോ ഇപ്പോൾ മൊത്തം മൾട്ടിവേഴ്സ് തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ആ ലോക്കിൻ്റെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ ഡോക്ടർ ഡൂം പുള്ളിയുടെ ആയിട്ടുള്ള ആ വേൾഡ് ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതും പുള്ളി എന്തായാലും ജയിക്കാൻ വേണ്ടി പോകുന്നതും. അതായത് ലോക്കിനെ മറുകയാ, അതായിരിക്കും ഈ പടത്തിൽ മിക്കവാറും ഉണ്ടാവുക. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ വക്കാണ്ടൻസ് ആയിട്ട് നമ്മുടെ ഷൂറിനെയും വക്കാണ്ടയുടെ കിങ് ആയിട്ടുള്ള എംബാക്കുവിനെയും കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ നമ്മുടെ നെമോറിനെ കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നെമോർ ഉണ്ടെന്ന്, അതായത് ആ ക്യാരക്ടർ റിവ്യൂലും അത് ചെയർ വെച്ചിട്ടുള്ള ആ റിവ്യൂലും പിന്നെ നമ്മുടെ ആ ക്യാരക്ടർ ട്രെയിലറിൽ തന്നെ നെമോറിനെ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുള്ളിനെ എന്തായാലും ഈ പോസ്റ്ററിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും പാവം. പിന്നെ അതേസമയം മോളിൽ 2 പേരുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അല്ല, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും പിടിച്ചിട്ടുള്ള ഫാൽക്കൺ. എന്തിനാണാവോ ഇവൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ചട്ടി? ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വന്നിട്ട് ആ ചട്ടി തിരിച്ചു കൊടുക്കാൻ നോക്ക്. എന്തായാലും പുള്ളിയുടെ കൂടെ പുള്ളിയുടെ സൈഡ് കിക്കായിട്ടുള്ള പുള്ളിയുടെ തന്നെ, അതായത് ഇപ്പോൾ കറണ്ടായിട്ട് ഫാൽക്കനായിട്ടുള്ള പുള്ളിയും കൂടി ഉണ്ട്. അതായത് നീയേ ഒരു സൈഡ് കിക്ക്, നിനക്ക് ഇനി സൈഡ് കിക്കിൻ്റെ ആവശ്യമുണ്ടോ? എന്തിനാടേ? പിന്നെ അപ്പുറത്ത് നമ്മുടെ ഷാങ്ചി പുള്ളിയുടെ 10 റിങ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആർട്ട് മാത്രമാണ്. അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ വെട്ടി ഒട്ടിച്ച പോലെ വലിയൊരു ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്ത രീതിക്കാണ് ഇവന്മാർ ഇത് ഇറക്കി വിട്ടിട്ടുള്ളത്. പക്ഷേ മാർവലിനെ പോലെ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു കോമിക്കോൺ പോലത്തെ ഒരു സ്ഥലത്ത് റിലീസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു പോസ്റ്റർ ഇറക്കാമായിരുന്നു. ഇതിൽ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ വിട്ടുപോയിട്ട് കാണാം. അതായത് നമ്മുടെ ഹൊക്കോയി എവിടെ, നെമോർ എവിടെ, ഇവരൊന്നും കാണിച്ചിട്ടില്ലല്ലോ ഇതിൽ.
അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പടത്തിൽ ഒരുപാട് എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പടത്തിന് വീണ്ടും റീഷൂട്ട്സും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഇപ്പോൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് പടത്തിൻ്റെ മൊത്തം ഷൂട്ടിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ആണോ ഈ ഹാക്കർമാർ ഓരോന്നൊക്കെ തിരഞ്ഞെടുക്കുന്നത്? ഇങ്ങനെ ഓരോ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതായിരിക്കും ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ലീക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ലീക്കായിട്ടുള്ള ആ സാധനം കണ്ടിട്ടുള്ളതൊന്നും ചിലപ്പോൾ പടത്തിലുണ്ടാവുമെന്ന് അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ വേറൊരു വെർഷൻ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പടത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ ഫോസ്റ്ററിൻ്റെ തന്നെ ഒത്ത നടുക്കായിട്ട് നമ്മുടെ ഡോക്ടർ ഡൂം പുള്ളിയുടെ മാസ്കിലാണുള്ളത്. പിന്നെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട്. അതായത് RDJ ആണ് ഡോക്ടർ ഡൂമായിട്ട് അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആ RDJയുടെ ഫേസ് നമ്മൾ വലിങ്ങനെ കാണാൻ വേണ്ടി പോകുന്നില്ല. അതായത് 90% ഓഫ് ഈ പടത്തിലും ഡോക്ടർ ഡൂമും പുള്ളിയുടെ മാസ്കിൽ തന്നെ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അതായത് തുടക്കത്തിലൊരു 5 മിനിറ്റോ ലാസ്റ്റിലൊരു 5 മിനിറ്റോ ഒക്കെ ആയിരിക്കും നമ്മുടെ RDJയുടെ ആ ഫേസിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല നമ്മൾ ഈ ബാറ്റ്മാനൊക്കെ സംസാരിക്കുന്ന പോലെ പുള്ളി ഒരു വോയിസ് ചേഞ്ച്, അതായത് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വോയിസ് അല്ലാതെ ഈ ഡോക്ടർ ഡൂമിനായിട്ട് ഒരു ആക്സൻറ്റും ഒരു വോയിസ് ചേഞ്ച് ഇതിലുണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ലീക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യമാണെന്ന് ഞാൻ തോന്നുന്നത്. അതായത് ഈ വെക്ടർ വാങ്ഡു എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ക്യാരക്ടറാണല്ലോ. ടോണി സ്റ്റാർക്കിൻ്റെ ഒരു വേരിയൻറ്റിനെ പോലെ ആയിട്ട് തോന്നരുതല്ലോ. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇപ്പോൾ ആ കോമിക്കോൺ നടക്കാൻ വേണ്ടി പോവാണ്. അതിൽ മിക്കവാറും ഒരു 99% നമുക്ക് എന്തായാലും ഈ ഡൂംസ്ഡേയുടെ ട്രെയിലർ കിട്ടും. അതിലെങ്കിലും ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഓഗസ്റ്റിലെങ്ങാണ്ട് നമ്മുടെ ഡിസ്നിയുടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, D22 എക്സ്പോ എന്നങ്ങാണ്ട് പറഞ്ഞിട്ട്, അതിൽ കിട്ടും. അത് ഉറപ്പാണ്. ഇതിലും കിട്ടിയില്ലെങ്കിൽ അതിലേ ഉള്ളൂ, അത് ഉറപ്പാണ്. കാരണം എന്തായാലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെയിൻ ഇവൻറ്റിലെ ഇത്രയും വലിയ സംഭവമൊക്കെ അവരെന്തായാലും ഇറക്കി വിടുള്ളൂ. ഇതിൽ കിട്ടിയില്ലെങ്കിൽ അപ്പം കാണാം. സോ ഈ ഒരു പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. ഇനി ഇതേപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം ഒന്ന് ടിങ് ടിങ് അടിച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.